മറ്റ് ജീവികളിൽ നിന്നും മനുഷ്യരെ വ്യത്യസ്തമാക്കുന്ന ഒരുപാടധികം കാര്യങ്ങളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ഹോപ്പ്. എന്തായാലും നമ്മളൊരു ദിവസം മരിക്കും. സോ നമ്മൾ എന്തിനാണ് ഇത്രത്തോളം കഷ്ടപ്പെടുന്നത് എന്ന ഒരു സോണിൽ നിന്നും നാളെ നല്ല രീതിയിൽ എത്തണമെങ്കിൽ നമ്മളൊന്ന് ഹാർഡ് വർക്ക് ചെയ്താലേ എന്നൊരു ചിന്ത നമ്മളിലേക്ക് കൊണ്ടുവരുന്ന ഏറ്റവും വലിയ മോട്ടിവേറ്ററും ഹോപ്പ് തന്നെയാണ്. ടുമാറോ ഗോയിങ് ടു ബി ബെറ്റർ എന്ന തോട്ടാണ് ഇന്ന് സുഖമായി കിടന്നുറങ്ങാൻ നമ്മളെ സഹായിക്കുന്നത്. കഷ്ടത്തിലിരിക്കുന്ന ഒരാളെ നാളെ ഒരു നല്ല കാലം വരും എന്ന ചിന്ത എത്തിക്കുന്നത് ഹോപ്പ് തന്നെയാണ്. ഇറ്റ് ഈസ് എ മോട്ടിവേഷൻ ഫോർ ലിവിങ്. ഈ കാലയളവിൽ നമ്മൾ ഒരുപാടധികം ദുരന്തങ്ങളാണ് കടന്നു വന്നത്. പ്രളയം, നിപ്പ, കോവിഡ്, അങ്ങനെ നമ്മൾ ഓരോ കൊല്ലവും ഓരോ ഡിസാസ്റ്റർ അനുഭവിച്ചും കടന്നും വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ പല ആളുകൾക്കും എന്തെങ്കിലും ഒരു കാര്യമെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. ചിലർക്കത് പൈസയാവാം, ചിലർക്ക് അവരുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളായിരിക്കാം, ചിലവർക്കത് ഒരിക്കലും തിരിച്ചു കിട്ടാത്ത സമയമായിരിക്കാം. പക്ഷേ ഇതെല്ലാ ദുരന്തങ്ങളെയും നമ്മൾ ഹോപ്പ് എന്ന് പറയുന്നൊരു വെപ്പൺ വെച്ചിട്ടാണ് മറികടന്നത്. അല്ലെങ്കിൽ അതിജീവിക്കാൻ നമ്മളെ പ്രേരിപ്പിച്ചത് ഹോപ്പ് എന്ന് പറയുന്നൊരു സംഭവമാണ്. ഈ ഹോപ്പ് എന്ന് പറയുന്നൊരു കാര്യം നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് റോൾ വഹിക്കുന്നുവെന്ന് എന്നെ ആദ്യമായി പഠിപ്പിച്ചു തന്ന സിനിമ ഷോഷാങ്ക് റിഡംപ്ഷനാണ്. സോ ഹോപ്പിനെ എങ്ങനെയാണ് ഈ നറേറ്റീവിൽ അവർ കൊണ്ടുവരുന്നതെന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത്. സോ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഷോഷാങ്കിലേക്ക് വന്നതിന് ശേഷം ഡുഫ്രെയിൻ്റെ എല്ലാ ഫ്രീഡും ഇല്ലാതാവുകയാണ്. 2 ജീവപര്യന്ത ശിക്ഷയാണ് അദ്ദേഹത്തിനെതിരെ ചുമത്തിയിരിക്കുന്നത്. ഡുഫ്രെയിൻ ഇതിൽ ഇന്നസെൻ്റ് ആണ് എന്ന് എല്ലാവരോടും പറയുന്നുണ്ടെങ്കിലും അവരും ഇതേ കാര്യം തന്നെയാണ് പറയുന്നത്. നിങ്ങൾ ഇന്നസെൻ്റ് ആണോ അല്ലയോ എന്നുള്ളത് ഒരു പ്രശ്നമല്ല. വൺസ് നിങ്ങൾ ആ ഒരു ചുമരുകൾക്കുള്ളിൽ എൻ്റർ ആയി കഴിഞ്ഞാൽ ഇനി നിങ്ങൾക്ക് ഒരു പ്രതീക്ഷയില്ല. നിങ്ങൾക്ക് ജീവിക്കണം എന്നുള്ള ആഗ്രഹം പോലും ആ ഷോഷാങ്കിലെ ആൾക്കാർ ചൂഴ്ന്നെടുക്കും. അതാണ് ഷോഷാങ്കിൻ്റെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത്. ഇനി നിങ്ങൾക്ക് മുമ്പിലുള്ള ഒരേ ഒരു കാര്യം എങ്ങനെ നിങ്ങളുടെ ബാക്കി സമയം ചിലവഴിക്കുക എന്നുള്ളതാണ്. അതിനോട്ട് ബാക്കിയുള്ളവർ കണ്ടെത്തുന്ന ഉത്തരം എന്ന് പറയുന്നത് ഓരോ ഗെയിം കളിച്ചും സ്വയം എന്തെങ്കിലും ഒരു ആക്ടിവിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടും അങ്ങനെ സമയം കളയുന്നതാണ്. അവർ ഒരിക്കലും ഹോപ്പ് എന്ന ഫാക്ടറിനെ ചിന്തിക്കുന്നത് പോലുമില്ല. വൈ? കാരണം എത്ര തന്നെ പ്രതീക്ഷ വെച്ചാലും ഇതിൽ നിന്നൊരു എസ്കേപ്പ് ഇല്ല എന്നാണ് അവർ ഷോഷാങ്കിൽ നിന്നും പഠിച്ചെടുത്ത കാര്യം. അവർ എന്ത് വേണമെന്ന് വിചാരിച്ചോ അതെല്ലാം വെറുതെ ആവുകയാണ്. പക്ഷെ ഡുഫ്രെയിൻ ഇന്നസെൻ്റ് ആയ കാരണം ഹി ഹോപ്പ് സം മോർ. പേടി മാറ്റി ജീവിതം ഫീൽ ചെയ്യാൻ അദ്ദേഹം ആഗ്രഹിക്കുകയും തീരുമാനിക്കുകയും ചെയ്യുകയാണ്. തൻ്റെ കൂടെയുള്ള ആളുകൾക്ക് ഈ ഫീൽ വരുത്താൻ പല സമയത്തും ഡുഫ്രെയിൻ ശ്രമിക്കുന്നുണ്ട്. ചൂടുള്ള റൂഫിൻ്റെ മുകളിൽ കോൾഡ് ബിയർ കുടിക്കുന്ന സീനും സ്പീക്കറിലൂടെ ഒപ്പേര കേൾപ്പിക്കുന്ന സീനും ഇതിനെല്ലാം ഒരു എക്സാമ്പിൾ തന്നെയാണ്. ഈ ചെറിയ കാര്യങ്ങളാണ് ലൈഫിനെ മീനിങ് ഫുള്ളാക്കുന്നത്. പക്ഷേ ഇതിൻ്റെ പേരിൽ ഡുഫ്രെയിന് ഐസൊലേഷൻ എന്ന പണിഷ്മെൻ്റാണ് ഷോഷാങ്കിലെ ഓഫീസർ കൊടുക്കുന്നത്. പക്ഷെ പ്രിസൺ സമയം കളയാനുള്ളത് മാത്രമല്ല, ബെറ്റർ ടുമാറോനെ ഹോപ്പ് ചെയ്യാനുള്ളതാണ് എന്നാണ് ഡുഫ്രെയിൻ വിശ്വസിക്കുന്നത്. ഡുഫ്രെയിൻ്റെ പ്രസൻസ് ബാക്കിയുള്ള ആളുകളുടെ ജീവിതത്തിൽ ഒരു ലൈറ്റ് കൊണ്ടുവരികയാണ്. ഹോപ്പാണ് ഡുഫ്രെയിൻ തൻ്റെ ഇൻമേറ്റ്സിന് കൊടുക്കുന്ന മോട്ടിവേഷൻ. ബിലീഫ് സ്റ്റോറിയിൽ ഹോപ്പിനോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇതിലെ വാർഡൻ നോട്ടൻ ഒരു മാൻ ഓഫ് ബിലീഫാണ്. ഡുഫ്രെയിൻ്റെ കയ്യിലെ ബൈബിള് കണ്ടതിലൂടെ ഡുഫ്രെയിൻ ഒരു നല്ല ആളാണ് എന്നാണ് വാർഡൻ വിശ്വസിക്കുന്നത്. പക്ഷേ രണ്ടാൾക്കും ബൈബിൾ എന്ന് പറയുന്നത് അവരുടെ റിയൽ മോട്ടിവേഷനെ മറയ്ക്കാനുള്ള ഒരു ഷീൽഡാണ്. വാർഡൻ്റെ ഓഫീസിലെ ബൈബിൾ കോട്ട് തൻ്റെ പണം എടുത്തു വെച്ച സേഫിൻ്റെ ഒരു മറയാണ്. ഡുഫ്രെയിൻ ആവട്ടെ തൻ്റെ റോക്ക് ഹാമറിനെ ഒളിപ്പിച്ചു വയ്ക്കാനുള്ള ഒരു പ്ലേസ് മാത്രമാണ് ബൈബിള്. സോ ഇങ്ങനെ 2 ക്യാരക്ടേഴ്സിൻ്റെയും ആ വിശ്വാസം അവരുടെ റിയൽ മോട്ടിവേഷനെ മറയ്ക്കാനുള്ളത് മാത്രമാണെന്ന് നമുക്ക് ഷോഷാങ്ക് റിഡംപ്ഷൻ കാണിച്ചു തരുന്നുണ്ട്. ഡുഫ്രെയിൻ നമുക്ക് ഒരുപാടധികം ജീവിത കാര്യങ്ങളാണ് പഠിപ്പിച്ചു തരുന്നത്. അതിലൊന്നാണ് ഹോപ്പ് ഒരിക്കലും കൈവിടരുത് എന്നുള്ള കാര്യം. അദ്ദേഹം 20 കൊല്ലത്തോളം ഷോഷാങ്കിൽ അനുഭവിച്ച കഷ്ടങ്ങളുടെ പ്രതിഫലമാണ് ഫ്രീഡം. അദ്ദേഹം 20 കൊല്ലത്തോളം ആ ഒരു റോക്ക് ഹാമർ വെച്ച് ഒരിക്കൽ പോലും പ്രതീക്ഷ കൈവിടാതെ, എത്ര മോശം ദിവസമാണ് തനിക്ക് ഉണ്ടായതെങ്കിലും ആ ഒരു വോളിൽ ഒരു ഹോൾ ഉണ്ടാക്കി അതിനു വേണ്ടി പ്രയത്നിച്ചത് കൊണ്ടാണ് അദ്ദേഹത്തിന് ഫ്രീഡം കിട്ടുന്നത്. സോ ഒരിക്കലും നമുക്ക് ഫ്രീഡം എളുപ്പത്തിൽ കിട്ടില്ല എന്നുള്ളതിനൊരു തെളിവ് കൂടിയാണത്. പിന്നെ ഡുഫ്രെയിൻ പഠിപ്പിച്ചു തരുന്ന ഒന്നാണ് ഒരിക്കലും നമ്മൾ ഡ്രീം വയ്ക്കാതിരിക്കരുത് എന്ന്. എപ്പോഴും നമുക്കൊരു ഫ്യൂച്ചർ ഡ്രീം ഉണ്ടായിരിക്കണം. നമ്മൾ ഇവിടെ വിട്ടുപോയാൽ എന്ത് ചെയ്യുന്നുള്ളൊരു തോട്ട് നമ്മളിലുണ്ടാവണം. ഇതില്ലാത്ത ക്യാരക്ടറായിരുന്നു ബ്രൂക്ക് തൻ്റെ ഹോപ്പ് പൂർണ്ണമായും ഉപേക്ഷിക്കുകയും ഇപ്പോഴത്തെ അവസ്ഥയിൽ സാറ്റിസ്ഫൈ ആവുകയും ചെയ്യുകയാണ്. ഇത് കാരണം
അദ്ദേഹം പുറത്തു പോയതിന് ശേഷം എന്ത് ചെയ്യണമെന്ന് അറിയാതെയാവുകയാണ്. ഷോഷാങ്കിൻ്റെ ഉള്ളിലുള്ള ആ ഒരു ജീവിതം അദ്ദേഹത്തിന് പുറത്തും അനുഭവപ്പെടുകയാണ്. എന്നാൽ ഷോഷാങ്കിൻ്റെ ഉള്ളിലെ അദ്ദേഹത്തിൻ്റെ ഇൻമേറ്റ്സ് പുറത്തില്ലതാനും. ഏകാന്തത അദ്ദേഹത്തെ വല്ലാതെ ബാധിക്കുകയാണ്. ചുറ്റും ഒരു പേടി അദ്ദേഹത്തിന് തോന്നുകയാണ്. അങ്ങനെ അദ്ദേഹം തൻ്റെ ജീവൻ വെടിയുകയാണ്. ബ്രൂക്ക് നമ്മളിലേക്ക് പറഞ്ഞെത്തിക്കുന്ന ഒരുപാടധികം കാര്യങ്ങളുണ്ട്. അദ്ദേഹം ഷോഷാങ്കിന് ഉള്ളിലിരിക്കുമ്പോൾ തന്നെ ഹോപ്പ് കൈവിട്ടു. ഫ്യൂച്ചറിൽ ഇവിടെ നിന്ന് പുറത്തു പോയതിന് ശേഷം എന്ത് ചെയ്യണമെന്നുള്ള ഒരു പ്ലാനും ഇല്ലാണ്ടായി. അത് കാരണം തന്നെ ഫ്രീഡത്തെ അദ്ദേഹം വില കുറച്ച് കണ്ടു. അത് കാരണം തന്നെ പുറത്തെത്തിയപ്പോൾ, ഫ്രീഡം കിട്ടിയപ്പോൾ അതിനെ എങ്ങനെ ഉപയോഗിക്കണമെന്ന് അദ്ദേഹത്തിന് അറിയാതെയായി. ഇത് ഡുഫ്രെയിൻ്റെ എക്സാക്റ്റ് ഓപ്പോസിറ്റാണ്. സോ ഡുഫ്രെയിന് കിട്ടിയ നല്ല കാര്യം അദ്ദേഹം പ്രതീക്ഷ വെച്ചത് കൊണ്ടാണ്. വെച്ചില്ലെങ്കിൽ എന്താവും എന്നുള്ളതിനൊരു എക്സാമ്പിളാണ് ബ്രൂക്ക്. ഇതിനിടയിൽ മറ്റൊരു ക്യാരക്ടർ കൂടി വരുന്നുണ്ട്. അതാണ് റെഡ്. റെഡിന് ബ്രൂക്കിൻ്റെ സിമിലർ മൈൻഡ് സെറ്റ് ആണെങ്കിലും മുഴുവനായും അദ്ദേഹം സാറ്റിസ്ഫൈ ആവുന്നില്ല. പക്ഷെ അദ്ദേഹം ഹോപ്പ് ഒരിക്കലും കൊടുക്കുന്നില്ല. ഹോപ്പ് ഒരാളെ ക്രേസി ആക്കുമെന്നാണ് അദ്ദേഹം വിശ്വസിക്കുന്നത്. എന്നാൽ ഡുഫ്രെയിൻ തൻ്റെ ഹോപ്പ് റെഡുമായി ഷെയർ ചെയ്യുന്നുണ്ട്. ഫ്യൂച്ചറിൽ മെക്സിക്കൻ കോസ്റ്റിൽ തൻ്റെ ഒപ്പം ജോയിൻ ചെയ്യാൻ അദ്ദേഹം പറയുന്നുണ്ട് റെഡിനോട്. റെഡ് ഒരേ സമയം ഡുഫ്രെയിനെ അഡ്മയർ ചെയ്യുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ ഹോപ്പിനെ ഫിയർ ചെയ്യുന്നതുമുണ്ട്. വർഷത്തിലൊരിക്കൽ പരോൾ മീറ്റിംഗ് ഉണ്ടാവുകയും റെഡ് അതിൽ 2 വട്ടം അറ്റൻഡ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്, ഓരോ കാലയളവിലായിട്ട്. 2 വട്ടവും അദ്ദേഹം താൻ നന്നായി എന്നുള്ള രീതിയിലാണ് അവിടെയുള്ളവരോട് പറയുന്നത്. അവർ അദ്ദേഹത്തെ റിജക്റ്റ് ആക്കുന്നതും ചെയ്യുന്നുണ്ട്. 3-മത്തെ വട്ടം അദ്ദേഹം ജീവിക്കാനുള്ള ആഗ്രഹം ഇനി പോയി, നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോ എന്നുള്ള മൈൻഡിൽ സംസാരിച്ചപ്പോൾ അവരുടെ അൾട്ടിമേറ്റ് എയിം നടന്നു. റെഡിന് ജീവിക്കാനുള്ള ആഗ്രഹം പോയി എന്ന് കണ്ടപ്പോൾ അവർ അദ്ദേഹത്തിന് പരോൾ അപ്രൂവ് ആക്കുകയാണ്. റെഡ് ബ്രൂക്കിൻ്റെ അതേ പാത്തിലാണ് പോയത്. അതേ വീട്, ബസ്, ജോലി, അതേ റുട്ടീൻ. ഔട്ട്സൈഡ് വേൾഡിൽ 2 ക്യാരക്ടേഴ്സ് ആയാലും അവരതിനെ കണക്കാക്കുന്നത് ഒരു പ്രിസണായിട്ടാണ്. ഷോഷാങ്കിൻ്റെ അതേ സെയിം അവസ്ഥയാണ് അവരവിടെയും കടന്നു പോകുന്നത്. റൂൾസും റെസ്പോൺസിബിലിറ്റിയും റെഡിനെയും തളർത്തുന്നുണ്ട്. ഷോഷാങ്കിലെ അതേ ജീവിതം അദ്ദേഹം ഇവിടെ അനുഭവിക്കേണ്ടി വരികയാണ്. ഇങ്ങനെ എല്ലാത്തിൽ നിന്നും നിർത്തി പോവാൻ പ്രതീക്ഷ ഇനി ഒന്നും വെക്കണ്ട എന്നുള്ള ടൈമിലാണ് ഡുഫ്രെയിൻ്റെ ലെറ്റർ അദ്ദേഹം വായിക്കുന്നത്. ഡുഫ്രെയിനാണ് വീണ്ടും റെഡിൻ്റെ ഉള്ളിൽ ഒരു പ്രതീക്ഷ കൊണ്ടുവരുന്നത്. ഡുഫ്രെയിൻ്റെ കറേജാണ് സ്വപ്നം കാണാൻ റെഡിനെ പ്രേരിപ്പിക്കുന്നത്. ഡുഫ്രെയിൻ ജയിലിൽ നിന്ന് എസ്കേപ്പ് ആയത് റെഡിന് മാത്രമല്ല, അവിടെയുള്ള ഒരുപാട് ആൾക്കാരുടെ മുഖത്ത് ഒരു പുഞ്ചിരി കൊണ്ടുവരികയാണ്. അവരും ജീവിതത്തിൽ എന്തെങ്കിലും തങ്ങൾക്കും ബാക്കിയുണ്ട് എന്നുള്ള ഒരു മൈൻഡിലേക്ക് എത്തുകയാണ്. ഇറങ്ങിയ സമയത്ത് അത്രത്തോളം വിജയമാവാതെ പോയ, എന്നാൽ ഇന്ന് IMDb റേറ്റിങ്ങിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന ഈ സിനിമ എങ്ങനെയാണ് ഹോപ്പിനെ നമ്മളുടെ മുന്നിലേക്ക് എത്തിക്കുന്നതെന്നാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ ശ്രമിച്ചത്. എന്നെക്കൊണ്ടാവുന്ന രീതിയിൽ, അല്ലെങ്കിൽ എനിക്ക് തോന്നിയ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറഞ്ഞത്. നിങ്ങൾക്ക് ചിലപ്പോൾ ഇതിൽ കൂടുതൽ പറയാനുണ്ടാവും. അത് താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.